ജനാപത്തുകാരൻ നിഷിദ്ധമായ കാര്യങ്ങൾ ഒന്നാണ് നമസ്കാരം എന്നുള്ളത്. അത് വിശുദ്ധ ഖുർആൻ തന്നെ പഠിച്ചിട്ടുണ്ട്. ജനാപത്തുകാർ നമസ്കരിക്കാൻ പാടുള്ളതല്ല എന്നുള്ളത്, നമസ്കാരത്തിലേക്ക് വരാൻ പാടുള്ളതല്ല എന്നുള്ളത്. ജനാപത്തുകാർ നിഷിദ്ധമായ കാര്യങ്ങൾ ഒന്നാമത്തേത് നമസ്കാരമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖ്റബുസ് സ്വലാത്ത വഅൻതും സുകാറാ ഹത്താ തഅലമൂ മാ തഖൂലൂൻ വലാ ജുനുബൻ ഇല്ലാ ആബിരി സബീലിൻ ഹത്താ തഗ്തസിലൂ. സത്യവിശ്വാസികളെ, ലഹരി ബാധിച്ചവരായിക്കൊണ്ട് നിങ്ങൾ നമസ്കാരത്തെ സമീപിക്കരുത്. ലഹരി ബാധിച്ച ആളുകളെ എന്ന് ആദ്യം പറഞ്ഞു. പിന്നെ നിങ്ങൾ പറയുന്നതെന്ന് നിങ്ങൾക്ക് ബോധമുണ്ടാകുന്നത് വരെ. അത് കഴിഞ്ഞിട്ട് പറയാണ് വലാ ജുനുബൻ, ജനാപത്തുകാരനായിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ നമസ്കാരം സമീപിക്കാൻ പാടുള്ളതല്ല. നിങ്ങൾ കുളിക്കുന്നത് വരെ, ഹത്താ തഗ്തസിലൂ, നിങ്ങൾ കുളിക്കുന്നത് വരെ. 4:43 അതെ, സൂറത്തുൻ നിസാ 4-ാമത്തെ അധ്യായം 43-ാമത്തെ ആയത്തിൽ കാണാൻ സാധിക്കും. ജനാപത്തുകാരന് നമസ്കാരം നിഷിദ്ധമാണ് എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആന്റെ കൽപ്പന. നിങ്ങൾ ജനാപത്തുകാരനാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, കുളിക്കുന്നത് വരെ നിങ്ങൾ നമസ്കാരത്തെ സമീപിക്കരുത്. അപ്പോ ഇത് നമസ്കരിക്കുന്ന ജനാപത്തുകാരൻ നമസ്കാരം പാടില്ല എന്നതിനുള്ള തെളിവായിട്ട് ഈ ആയത്ത് മനസ്സിലാക്കി വെക്കുക. മറ്റൊരു കാര്യമാണ്, ജനാപത്തുകാരന് പാടില്ലാത്തതാണ് കഅബയെ തവാഫ് ചെയ്യുക എന്നുള്ളത്. കഅബയെ തവാഫ് ചെയ്യുക, തവാഫിന് വുളു നിർബന്ധമാണ് എന്ന് റസൂൽ പഠിപ്പിച്ച, വുളു നിർബന്ധമാകുന്ന കാര്യങ്ങൾ ചെറിയ അശുദ്ധിയെ കുറിച്ച് പറയുമ്പോൾ വരുന്നൊരു വിഷയമാണ്. പക്ഷെ ഇത് രണ്ടാമത്തെ കാര്യം കഅബയെ തവാഫ് ചെയ്യുക എന്നുള്ളത്. ഒരു ഹദീസ് നോക്കുക. ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അന്നഹ ഖാലത്ത് ഖദിംതു മക്കത വഅന ഹായിദ്, ഞാന് മക്കയിലേക്ക് വന്നു, ഞാൻ ഹൈലുകാരിയായിരിക്കെ, വലം അതുഫ് ബിൽ ബൈത്ത്, ഞാന് കഅബയെ തവാഫ് ചെയ്തതുമില്ല, വലാ ബൈന സഫാ വൽ മർവ, സഫാ മർവക്കിടയിൽ സഅയ് ചെയ്തതുമില്ല. അത് തവാഫ്, സഫാ മർവക്കിടയിൽ നടക്കുന്നതിന് സഅയ് ചെയ്യുന്നതിന് തവാഫ് എന്നും ഈ ഹദീസിൽ പ്രയോഗിച്ചിട്ടുണ്ട്. സഫാ മർവക്കിടയിലുള്ള തവാഫും കഅബയെ ചുറ്റുന്നതിന് തവാഫും എന്ന് പറഞ്ഞിട്ടുണ്ട്. സഫാ മർവക്കിടയിലുള്ള സഅയ് ഞാൻ എന്ത് ചെയ്തില്ല, ചെയ്തതുമില്ല, കഅബയെ തവാഫ് ചെയ്തതുമില്ല. അപ്പൊ ശകൗതു അലാ ദാലിക ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഈ സംഭവം റസൂലുള്ളാഹിയുടെ ഒരു പരാതിയായിട്ട് ഞാൻ പരാതി രേഖപ്പെടുത്തി റസൂലുള്ളാഹിയുടെ. എന്നിട്ടോ അപ്പൊ റസൂലുള്ളാഹ് നൽകിയ മറുപടി, ഇസ്അലി മാ യഫ്അലുൽ ഹാജ് ഗൈറ അല്ലാ തുഫീ ബിൽ ബൈത്ത് ഹത്താ തുസ്ഫരി. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച മുത്തഫഖൻ അലൈഹി ആയ ഹദീസാണ്. ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി നൽകിയ മറുപടി, നീ ഹാജിമാർ ഹൈലുള്ള ഉള്ളവളാണ് നീ എങ്കിൽ എല്ലാം നീ ചെയ്യാതിരിക്കേണ്ട, ഹജ്ജിന് വന്നതാണല്ലോ, ഉംറ തവാഫ് ചെയ്യണം, സഅയ് ചെയ്യണം, ഒക്കെ കുറെ വിഷയങ്ങൾ നമസ്കരിക്കേണ്ടതുണ്ട്. പക്ഷെ ഹൈലുണ്ട് എങ്കിൽ നീ എന്താണ് ചെയ്യേണ്ടത്, ഹാജിമാർ ചെയ്യുന്ന മറ്റെല്ലാ കർമ്മങ്ങളും, മിനയിലാ പാർക്കലാവട്ടെ, അറഫയിൽ നിൽക്കലാവട്ടെ, മുസ്ദലിഫയിലാ പാർക്കലാവട്ടെ, തുടങ്ങിയ വിഷയം കല്ലെറിയലാവട്ടെ, ഇതൊക്കെ ചെയ്യാം. ഹാജിമാർ ചെയ്യുന്നതെല്ലാം നീ ചെയ്യാ, ഗൈറ അല്ലാ തുഫീ ബിൽ ബൈത്ത്, കഅബയെ തവാഫ് ചെയ്യുന്നത് ഒഴികെ. അപ്പോ ഹൈലുള്ള ആളുകൾക്ക് കഅബ തവാഫ് ചെയ്യാൻ പാടുള്ളതല്ല. ഹജ്ജിന് പോകുന്ന ആളുകളാണെങ്കിലും അവർക്ക് എന്ത് ചെയ്യാം, ശുദ്ധിയാവുന്നത് വരെ ഹജ്ജിന്റെ മറ്റു കർമ്മങ്ങൾ ചെയ്ത് അവസാനം തവാഫ് ചെയ്യുകയാണ് വേണ്ടത് എന്ന്, ഹത്താത്ത തുഹരി, ശുദ്ധിയാവുന്നത് വരെ എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പൊ ഇതാണ് രണ്ടാമത്തെ കാര്യം. ജനാപത്തുകാരനെ നിഷിദ്ധമായിട്ടുള്ള, അതായത് ഹൈലുള്ള ആളുകൾക്കും നിഫാസുള്ള ആളുകൾക്കും ഒക്കെ നിഷിദ്ധമായിട്ടുള്ള കാര്യമാണ് നമസ്കാരവും കഅബയെ തവാഫ് ചെയ്യലും. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യമാണ് മുസ്ഹഫ് സ്പർശിക്കലും ചുമക്കലും. മുസ്ഹഫ് ചുമക്കലും അത് സ്പർശിക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യമൻകാർക്ക് എഴുതിയ ഒരു കത്തില് ഇപ്രകാരം ഒന്നായിട്ട് കാണാൻ സാധിക്കും. മുഹമ്മദ് ബിൻ അംർ ഉദ്ധരിക്കുന്ന ഒരു ഹദീസില്, ലാ യമസ്സൽ ഖുർആന ഇല്ലാ താഹിർ, താഹിർ അല്ലാതെ, ശുദ്ധിയുള്ളവനല്ലാതെ ഖുർആൻ സ്പർശിക്കരുത് എന്ന്. ശുദ്ധിയുള്ളവനല്ലാതെ ഖുർആൻ സ്പർശിക്കരുത് എന്ന് ഇമാം നസായിയും ദാറുഖുത്നിയും ബൈഹഖിയും എല്ലാം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ലാ യമസ്സൽ ഖുർആന ഇല്ലാ താഹിർ, ശുദ്ധിയുള്ളവരല്ലാതെ വിശുദ്ധ ഖുർആൻ സ്പർശിക്കരുത് എന്നത്. അപ്പോ ശുദ്ധിയില്ലാത്ത ആളുകൾക്ക് എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, മുസ്ഹഫ് സ്പർശിക്കാനോ അത് ചുമക്കുവാനോ പാടുള്ളതല്ല. അപ്പോൾ ജനാപത്തുകാരന് നിഷിദ്ധമായിട്ടുള്ള മൂന്നാമത്തെ കാര്യം മുസ്ഹഫ് സ്പർശിക്കലും അത് ചുമക്കലും. മറ്റൊന്നാണ്, നാലാമത്തെ കാര്യമാണ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യല്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യല്, അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. നാലാമത്തെ കാര്യം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യല്, അതും എന്ത് ചെയ്യാൻ പാടില്ലാത്തതാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യലും
ജനാപത്തുകാർക്ക് നിഷിദ്ധമാക്കിയിട്ടുള്ളതാണ്. ഇതിന് പൊതുവെ സംശയങ്ങൾ വരാം ഈ വിഷയത്തില്. അതില് ലാ യമസ്സുൽ ഖുർആൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലാ യമസ്സുൽ ഖുർആന ശുദ്ധിയുള്ളവനല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, ഖുർആൻ സ്പർശിക്കാൻ പാടുള്ളതല്ല. പിന്നെ ഈ വിഷയത്തില് പഠിക്കുന്ന കാര്യമെങ്കിലോ മദ്രസയിൽ ആ സമയത്ത് അത് ഒരു വലിയൊരു വിഷയമാണ്, നല്ലൊരു ചോദ്യമാണ്. പഠിക്കുന്ന സമയത്ത് ഇപ്പൊ സ്ത്രീകള് അവര് സ്കൂളില് മദ്രസയിലൊക്കെ എന്താണ് ഇപ്പൊ അറബി സ്കൂളുകളിലൊക്കെ പ്രത്യേകിച്ച് എന്തുണ്ട്, വിശുദ്ധ ഖുർആനുണ്ട്. അല്ലാത്ത സമയത്ത് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലും മദ്രസയിലൊക്കെ വിടാൻ പറ്റുമോ എന്നുള്ളത് ഹൈദുള്ള സ്ത്രീകളായിട്ട് അവരെന്ത് ചെയ്യും? അതില് ഷേഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചൊരു ചോദ്യം, ഷേഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് ചോദിച്ച ഒരു ചോദ്യം, ആ ചോദ്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ഉദ്ദേശിക്കും. ഇങ്ങനെ താലിബാത്തിൻ, ഞങ്ങള് വിദ്യാർത്ഥിനികളാണ്. മദ്രസത്തി ബനാത്ത്, സ്ത്രീകളെ മദ്രസത്ത് ബനാത്തുള്ള സ്ത്രീ ലേഡീസ് ഒരു സ്കൂളിലാണ് എന്ത് ചെയ്യുന്നത്, ഞങ്ങള് പഠിക്കുന്നത്. വഫി ഹിസ്സത്തുൽ ഖുർആൻ കരീം യഅ്മുറുന അൽ ഉസ്താദ് ബി ഖിറാഅത്തിൽ ഖുർആൻ. എന്നാൽ വിശുദ്ധ ഖുർആന്റെ ഖുർആൻ പീരീഡ് വരുന്ന സമയത്ത് ഉസ്താദ് ഞങ്ങളോട് കൽപ്പിക്കുമെന്ത്, ഖുർആൻ ഓതാന്. വനകൂന ഫി ഹാലത്തുൽ ഔദർ, ഞങ്ങള് ഒഴിവ് കഴിവുള്ള ആളുകൾപ്പെട്ട ആളുകളാണ്. ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലുള്ള ആളുകൾ. വനസ്തഹി അൻ നുഖ്ബറ, അതായത് ഹൈലുള്ള ആളുകളായിരിക്കും അവര്. അപ്പോ വനസ്തഹി അൻ നുഖ്ബറ അൽ ഉസ്താദ്, ഞങ്ങൾ ഉസ്താദിനോട് ഈ കാര്യം ഈ ഹൈൽ ഉണ്ടാകൊണ്ട് ഓതാൻ പറ്റില്ല എന്ന് പറയാൻ ഞങ്ങൾ ലജ്ജിക്കും. ഇപ്പൊ നഖറു മറാത്തൻ ഇതായിരിക്കും, അതിനുവേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യാണ്ട് ഓതും. ഹൈലുള്ള വിഷയം ഞങ്ങള് മറച്ചു വെച്ചിട്ട് ഉസ്താദ് ഓതാൻ പറയുന്ന സമയത്ത് ഞങ്ങൾ മദ്രസയിൽ വെച്ച് അത് ഓതി കൊടുക്കാറുണ്ട്. ഫഹൽ യജൂസു ഹാദാ, ഇത് ഞങ്ങൾക്ക് ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. വഇൻ കാന ലാ യജൂസ് ഫകൈഫ നഅമലു അയ്യാമൽ ഇംതിഹാൻ ഇദാ സദഖ്ന വനഹ്നു ഫീ ഹാലി ദൗറ അശ്ശഹരിയ്യ. ഇനി അത് അത് അനുവദനീയമല്ല എന്നാണ് താങ്കൾ പറയുന്നതെങ്കിൽ, അനുവദനീയമല്ലെങ്കിൽ എങ്ങനെ ഞങ്ങൾ പരീക്ഷയുടെ സമയത്തൊക്കെ പരീക്ഷാ ദിവസങ്ങളിലൊക്കെ ഞങ്ങളെ മാസമുറ ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെയാണ് ഞങ്ങൾ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടത്, എന്ത് ചെയ്യാം എന്ന് ചോദിച്ചപ്പോൾ ഷേഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയ വിശദമായിട്ടുള്ള മറുപടിയാണ്. അത് ദീർഘമായിട്ടുള്ള ഫത്വയാണ്, ഞങ്ങൾക്ക് വായിക്കാൻ വേണ്ടി റഹ്മത്തുള്ളാഹി അലൈഹി ഫി ഖിറാഅത്തിൽ ഹായിദ് വന്നിഫാസ ഖുർആൻ കരീം ഫദഹബ ജമാഅത്ത് മിൻ അഹ്ലിൽ ഇൽം ഇലാ തഹ്രീം ദാലിക് വഅൽഹഖൂഹുമാ ബിൽ ജുനുബ് എന്ന് പറഞ്ഞ കുറേ വിഷയങ്ങൾ. അതായത് ഇതിന് ഷോർട്ട് ഞാൻ പറയാണ്. പണ്ഡിതന്മാര് ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലാണ്. പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസം ആയിട്ടുണ്ട്. എന്ത് വിഷയത്തില്? ഹായിളും നിഫസാവും, ഹൈലുള്ളവരും പ്രസവരക്തമുള്ളവരും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിന്റെ വിഷയത്തില് ഒരു വിഭാഗം പണ്ഡിതന്മാരെ പറഞ്ഞു തഹരീം ദാലിക്, അത് പാഠനിഷിദ്ധമാണ്. ബിൽ ജുനുബ്, ജനാപത്തുകാരനിലേക്ക് ചേർത്തിക്കൊണ്ട് അത് പാഠനിഷിദ്ധമാണ് എന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു. എന്നിട്ട് അവര് ഹദീസ് പറഞ്ഞിട്ടുള്ളത്, കാരണം ഹദീസുകൾ ലാ തഖറഉൽ ഹായിള വലാ അൽ ജുനുബ് ശൈഅൻ മിനൽ ഖുർആൻ, ജനാപത്തുകാരനാവട്ടെ ഹായിളാവട്ടെ അവരാരും തന്നെ ഒന്നും ഖുർആനിൽ നിന്ന് ഒന്നും തന്നെ ഓതാൻ പാടുള്ളതല്ല എന്നുള്ളത്. അത് എന്ത് ചെയ്തിട്ടുണ്ട്? ഹദീസ് വന്നത് കാരണം ചില വിഭാഗം പണ്ഡിതന്മാര് പാടില്ല, വിശുദ്ധ ഖുർആൻ ഓതാൻ തന്നെ പാടില്ല എന്നൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു. മറ്റൊരു വിഭാഗം പറഞ്ഞിട്ടുള്ളത് നോക്കുക, ആ ഫത്വയുടെ രണ്ട് അഭിപ്രായമാണ് ഷേഖ് ഉദ്ധരിച്ചിട്ടുള്ളത്. രണ്ട് അഭിപ്രായമാണ് ഈ വിഷയത്തില്. അതെ, وذهب آخرون من أهل العلم إلى أنه يجوز للحائض والنفساء قراءة القرآن عن ظاهر قلب. അതായത് മറ്റൊരു വിഭാഗം പറയുന്നത് ഹൈലുള്ളവർക്കും പ്രസവരക്തമുള്ളവർക്കും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാം, പക്ഷേ അൻ ളാഹിർ ഖൽബ്, ഹൃദയത്തിൽ അവർക്ക് എന്ത് ചെയ്യാം, മനസ്സിൽ അവർക്ക് എന്ത് ചെയ്യാം, പാരായണം ചെയ്യാം. ലിഅന്ന മുദ്ദത്തുഹുമാ തുതവ്വലു അയ്യാമുൻ കസീറ, അത് ദീർഘമായ ചിലപ്പോൾ 7 ദിവസം 8 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു ദീർഘമായ ഒന്നാണ്, ദിവസങ്ങളുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിഷയങ്ങൾ പറയണം. എന്നിട്ട് പറഞ്ഞു വഹാദൽ ഖൗലു ഹുവ സവാബ്, അപ്പൊ മനസ്സിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാം എന്നുള്ളതാണ് ശരി. അങ്ങനെയുണ്ട് കേട്ടോ. ഈ ഷേഖ് ഇബ്നു ബാസിന്റെ ഫത്വയാണ് മനസ്സിൽ അതെന്ത് ചെയ്യാം, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത്. വഹാദൽ ഖൗലു ഹുവ സവാബ്, ഈ രണ്ടാമത്തെ അഭിപ്രായമാണ് ശരി എന്ന് പറഞ്ഞിട്ട് ഷേഖ് നൽകുന്ന ഫത്വ നോക്കുക. എന്താണ് പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ വെച്ചിട്ട് അതെ ഫത്വ നോക്കുക. ഫയജൂസു ലിൽ ഹായിൽ, അതിനാൽ ഇതാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഹൈലുള്ളവർക്കും പ്രസവരക്തമുള്ളവർക്കും അനുവദനീയമാണ് എന്ത്, ഖിറാഅത്തുൽ ഖുർആൻ അൻ ളാഹിറിൽ ഖൽബ്, ഹൃദയത്തിൽ മനസ്സിൽ ഓതുന്നത് എന്ത് ചെയ്യാം, അവർക്ക് അനുവദനീയമാണ്. ലിഅന്ന മുദ്ദത്തുഹുമാ
തുതവ്വലു ഫഖിയാസുഹുമാ അലൽ ജുനുബ് ഗൈറ സഹീഹ്. ആ ചർച്ചയിലേക്ക് നടന്നു പോകുന്ന ഒരു വിഷയമാണ്, അത് ഞാൻ ഉദ്ധരിക്കുന്നു. എന്നിട്ടോ വിഷയം പറയാണ്, ഫഅലാ ഹാദാ ലാ ബഅസ അൻ തഖറഅ അത്വാലിബ അൽ ഖുർആൻ. ഒരു വിദ്യാർത്ഥിനി അവരെന്ത് ചെയ്യേണ്ടതില്ല, അവർക്ക് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിൽ, മനസ്സിലോതുന്നതിൽ ഒരു വിരോധവുമില്ല. വഹാകദ അൽ മദ്രസ ഫിൽ ഇംതിഹാൻ വഗൈറൽ ഇംതിഹാൻ. വഹാകദ അൽ മുദരിസ, ഒരു അധ്യാപികയാണെങ്കിലും മുദരിസത്താണെങ്കിലും അവൾ എന്ത് ചെയ്യേണ്ടതില്ല, അവൾക്ക് ഓതുന്നതിന് വിരോധമില്ല. ഫിൽ ഇംതിഹാൻ വഗൈറൽ ഇംതിഹാൻ, പരീക്ഷയുള്ളവളാണെങ്കിലും പരീക്ഷ ഇല്ലാത്ത സമയത്താണെങ്കിലും ഒക്കെ അൻളഹിരിൽ ഖൽബ്, മനസ്സിൽ ഹൃദയത്തിൽ ഓതുന്നതിന് വിരോധമില്ല. ലാ മിനൽ മുസ്ഹഫ്, അതും കൂടി പ്രത്യേകം പറഞ്ഞിട്ടോ. മനസ്സിലോതാ, ശ്രദ്ധിക്കട്ടെ, ലാ മിനൽ മുസ്ഹഫ് എടുക്കാതെ ഓതാ നമ്മുടെ ഉദ്ദേശം കേട്ടോ. ശ്രദ്ധിക്കുക, സോറി, അങ്ങനെ ഞാൻ മനസ്സിലായി. മനസ്സിലോതാ എന്നുള്ളത് മുസ്ഹഫ് തൊട്ട് ഓതുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മുസ്ഹഫ് തൊട്ട് ഓതുന്നതിനെ കുറിച്ചാണ്. എന്നിട്ട് അത് ശേഖ നൽകിയ മറുപടി ഉണ്ട്, നമുക്ക് സംശയം കൂടാ. എന്നിട്ട് അമ്മ, ശ്രദ്ധിക്കുക, അതും കൂടി മനസ്സിലാവും. അതും കൂടി പറയുമ്പോൾ വിഷയം പരിപൂർണമായിട്ട് കിട്ടും. അമ്മ ഇൻ ഇഹ്താജത് ഇഹ്ദാഹുന്ന ഇലൽ ഖിറാഅത്തി മിനൽ മുസ്ഹഫ്, അതും കൂടി ശ്രദ്ധിക്കുക. എന്നാൽ മുസ്ഹഫിൽ നിന്ന് അതല്ല, ഏതെങ്കിലും ഒരു സ്ത്രീ മുസ്ഹഫ് നോക്കിയിട്ട് ഓതാൻ അവൾക്ക് ആവശ്യമായി വന്നാൽ ഫലാ ഹറജ അലൈഹാ, അവൾക്ക് അതുകൊണ്ട് വിരോധമില്ല. ബിഷർത്തിൻ, ഒരു നിബന്ധന ഉണ്ട്. മുസ്ഹഫ് നോക്കി ഓതണമെങ്കിൽ മുസ്ഹഫ് നോക്കിയിട്ട് ഓതാം. മുസ്ഹഫ് നോക്കാതെ നമുക്ക് ഹിഫ്ളുള്ളത് ഓതി കൊടുക്കാം. പക്ഷെ നോക്കിയിട്ട് ഓതേണ്ട ആവശ്യം വന്നാൽ അവൾക്ക് ഓതാം. ഒരു നിബന്ധന ഉണ്ട്. പക്ഷെ അയ്യകൂന ദാലിക മിൻ വറാഇ ഹാഇൽ കൽ ഖുഫാസൈനി വനഹ്വിഹിമാ, അത് ഒരു മറയുടെ പിന്നിൽ വെച്ച മറ കൊണ്ടായിരിക്കണം. അത് കൈകൊണ്ട് പിടിക്കുമ്പോ കൽ ഖുഫാസൈൻ, എന്തെങ്കിലും ഷോക്സോ കയ്യുറയോ ഇങ്ങനെ എന്തെങ്കിലും തുണിയെ പിടിച്ചിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, മുസ്ഹഫ് തുറക്കേണ്ടത്, മുസ്ഹഫ് സ്പർശിക്കേണ്ടത്, എടുത്തു വെക്കേണ്ടത്. ഇതൊക്കെ തഫ്സീർ തൊടാം, ഇതിനെല്ലാം ഇത് മുസ്ഹഫിന്റെ കാര്യം പറഞ്ഞത്. അപ്പോ ധാരാളം വിഷയങ്ങൾ, ധാരാളം ഫത്വകൾ ഞാൻ ശൈഖ് ബിൻ ബാസ് റഹ്മത്തുള്ളാഹിയുടെ പേര് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റിയൊരു വിഷയം അതുകൊണ്ടാണ്. അപ്പോ അത് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതിൽ പെട്ടത് കിടക്കുമ്പോൾ ഖുർആൻ ഓതി ശരീരത്തില് തളവാമോ, അത് സുന്നത്താണ്. ഉറങ്ങാൻ കിടക്കുമ്പോൾ സൂറത്തുൽ ഇഖ്ലാസും പലക്കും മുഅവ്വിദത്തൈനി ഇതെല്ലാം ഓതിയിട്ട്, ആയത്തുൽ കുർസി എല്ലാം ഓതിയിട്ട് ശരീരത്തിൽ തടവുക എന്നുള്ള സുന്നത്താണ്. പക്ഷെ അതും ഇവർക്ക് ചെയ്യാവുന്നതാണ്. അവര് മുസ്ഹഫ് എടുത്തല്ല ഓതുന്നത്. ഇതൊന്നും ഓതാൻ വേണ്ടി എന്തെല്ലാം മനസ്സിൽ ഓതാം എന്ന് തുടക്കത്തിൽ പറഞ്ഞു. അതുകൊണ്ട് ആ വിധി ഇവർക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. പിന്നെ അവിടെ ജമാലാറ്റിങ്ങളെ കൊടുത്ത ടെക്സ്റ്റിൽ കാണാൻ സാധിക്കും. ഷെയ്ഖ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു നസ്സാണ് ഞാൻ തോന്നുന്നത്, ഞാൻ വായിച്ചിട്ടുണ്ടത്. ഈ വിഷയത്തില് നേരത്തെ പറഞ്ഞ ലാ തഖറവൽ ഹായിൽ വലാ അൽ ജുനുബ് ഷൈഅൻ മിനൽ ഖുർആൻ എന്ന് പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, അത് ഹദീസും ബിത്തിഫാഖ് അഹ്ലിൽ മഅറൂഫ ബിൽ ഹദീസ് റവാഹു ഇസ്മായിൽ ഇബ്നു അബ്ബാസ്. ഇത് ഞാൻ വായിച്ചിട്ടുണ്ട്, ഇത് സംഭവം ഉള്ളതാണ്. ഇത് ഞാൻ ഇപ്പൊ നേരത്തെ ടെക്സ്റ്റ് ചെയ്ത ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ഫത്വയിലുണ്ടത്. ഇബ്നു ബാസിന്റെ ഫത്വയിലും പറയുന്നുണ്ട് ഈ ഹദീസ് എന്ത് ചെയ്തിട്ടുണ്ട്, ചില പണ്ഡിതന്മാര് അത് ലഈഫാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അതുകൊണ്ട് അത് തെളിവ് പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് രണ്ടാമത്തെ അഭിപ്രായം ഷെയ്ഖ് ബിൻ ബാസ് സ്വീകരിച്ചത്. രണ്ടാമത്തെ അഭിപ്രായമാണ് മനസ്സിൽ ഓതാം എന്നുള്ള അഭിപ്രായം എന്നുള്ളത്. അതുകൊണ്ട് ഈ ഹദീസ് നേരത്തെ ഞാൻ ലാ തഖറവൽ ഹായിൽ വലാ അൽ ജുനുബ് ഷൈഅൻ മിനൽ ഖുർആൻ, ഹായിലോ അതല്ലെങ്കിൽ ജനാപത്തുകാരനോ ഖുർആനിൽ ഒന്നും തന്നെ ഓതാൻ പാടില്ല എന്നുള്ളത്, ഖുർആൻ തീരെ ഓതാൻ മനസ്സിൽ പോലും ഓതാൻ പാടില്ല എന്നുള്ളവരുടെ അഭിപ്രായത്തിന് തെളിവ് ധരിക്കുന്ന ഹദീസാണ്. പിന്നെ ടെസ്റ്റ് അടിക്കുന്നവര് അവരുടെ തനി സ്വഭാവത്തിന് മനസ്സിലാക്കട്ടെ. അജ്ഞന്മാര് അറിയാഞ്ഞിട്ടാവൂല. കാരണം അവനവന്റെ സ്വഭാവം, അവനവന്റെ സംസ്കാരം ആളുകള് മനസ്സിലാക്കട്ടെ. ടെസ്റ്റ് അടിക്കുന്നവരെ ബൗൺസ് ചെയ്യേണ്ടതില്ല എന്നാണ് എന്റെ അഭിപ്രായം. ടെസ്റ്റിനൊന്ന് തോട്ടിട്ടാട്ടെ, അവര് നമ്മളെ ക്ലാസ്സുകൾ തന്നെ കേൾക്കട്ടെ. പിന്നെ ഇതാണ് ആ വിഷയത്തില് ലളിതമായിട്ട് പറയാനുള്ളത്. അപ്പോ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് 3 കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ 4-ാമത്തെ കാര്യം, 5-ാമത്തെ കാര്യം കൂടിയുണ്ട്. ജനാപത്തുകാർക്ക് പാടില്ലാത്ത 5-ാമത്തെ കാര്യം ആർക്കറിയാം? ഇപ്പൊ 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, ഇതെല്ലാം അബുറാഫി ഒന്നുകൂടി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അബുറാഫി എന്ന് പറയാം, ഞാൻ ഇപ്പൊ പറഞ്ഞ 4 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം വരട്ടെ, എന്താണത്? നിസ്കരിക്കാൻ പാടില്ല. ഓക്കെ. രണ്ടാമത്തെ, നിസ്കാരം പാടില്ലാത്ത നിഷിദ്ധമായ കാര്യങ്ങളിൽ. രണ്ടാമത്തെ കഅബ തവാഫ് ചെയ്യാൻ പാടുള്ളതല്ല, ഹൈദ നിഫാസ് ജനാബത്തുള്ള ആളുകൾ. പിന്നെയോ 3-ാമത്തെ കാര്യം നോമ്പ്. അത് നേരത്തെ പാടില്ലാത്ത വിഷയങ്ങൾ പറഞ്ഞത്. ഇത് ഈ ജനാബത്തുകാരുടെ വിഷയം നമ്മൾ പറഞ്ഞത്. ജനാബത്തുകാരന് നോമ്പെടുക്കാൻ പാടില്ല എന്നല്ല, അവന് കുളിച്ച് നോമ്പെടുക്കണം എന്നാണ്. കഅബ തവാഫ് ചെയ്യാൻ പാടില്ല പറഞ്ഞു. ഖുർആൻ
സ്പർശനം. ഖുർആൻ സ്പർശിക്കലും ചുമക്കലും. ഖുർആൻ സ്പർശിക്കലും ഖുർആൻ സ്പർശിക്കുക എന്ന് പറഞ്ഞാൽ മതി. ഖുർആൻ തൊടൽ. പിന്നെ ഖുർആൻ പാരായണം ചെയ്യല്. ലാസ്റ്റ് പറഞ്ഞത് ഖുർആൻ പാരായണം ചെയ്യല്. അഞ്ചാമത്തെ ഒരു കാര്യമാണ്, ഒരാൾ ടെസ്റ്റ് ചെയ്തിരുന്ന അഞ്ചാമത്തെ ഒരു കാര്യം ആർക്കറിയാം? പള്ളിയിൽ പ്രവേശിക്കൽ, പള്ളിയിൽ താമസിക്കൽ. അങ്ങനെ പള്ളിയിൽ താമസിക്കൽ. പള്ളിയിൽ പ്രവേശിക്കുക എന്നുള്ളതിനേക്കാളും നല്ലത് പള്ളിയിൽ താമസിക്കുക എന്ന് പറയുന്നതാണ് കേട്ടോ. താമസിക്കുക, രാപ്പാർക്കുക എന്നുള്ള ഉദ്ദേശം പള്ളിയിൽ നിൽക്കൽ, അങ്ങനെ പറയാം. പള്ളിയിൽ നിൽക്കുക എന്നുള്ളത് അങ്ങനെ പറയാം. കാരണം വിശുദ്ധ ഖുർആൻ പള്ളിയിലൂടെ വഴി നടന്നു പോകുന്നതിന് എന്തില്ല, വിരോധമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖുർആന്റെ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് പള്ളിയിൽ നിൽക്കുക എന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. ഇന്നൽ മസ്ജിദ ലാ യഹില്ലു ലിഹാഇലിൻ വലാ ജുനുബിൻ. ഹദീസുണ്ട്. ഇന്നൽ മസ്ജിദ ലാ യഹില്ലു ലിഹാഇലിൻ വലാ ജുനുബിൻ. പള്ളി ഹൈലുള്ളവർക്കോ അതേപ്രകാരം ജനാപത്തുകാർക്കോ അനുവദനീയമല്ല. തീർച്ചയായും ആർത്തവകാരിക്കോ ജനാപത്തുകാരനോ പള്ളി അനുവദനീയമല്ല എന്ന് ഹദീസിന്റെ അർത്ഥമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ജനാപത്തുകാർക്ക് നിഷിദ്ധമായിട്ടുള്ളത് എന്നുള്ളത്. പള്ളിയിൽ തങ്ങുക. ശരി. പിന്നെ ഖുർആൻ ക്ലാസ്സിന് പള്ളിയിൽ പോകാമോ എന്നുള്ള വിഷയത്തില് പണ്ഡിതന്മാർക്കിടയിൽ ഭയങ്കര ചർച്ച എടുക്കുന്ന ഒരു വിഷയമാണ്. ഖുർആൻ ക്ലാസ്സിന് വേണ്ടിയിട്ട് പോകാമോ ഇല്ല എന്നുള്ളത്. പോകാം എന്ന് വാദിക്കുന്ന പണ്ഡിതന്മാരുണ്ട്, പോകാൻ പാടില്ല എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. ആ വിഷയത്തിന് ആ ഫത്വ ഞാൻ കൃത്യമായിട്ട് നോക്കിയിട്ടില്ല, ഞാനത് പരിശോധിച്ചിട്ടില്ല. നോക്കിയിട്ട് അതിന് കൃത്യമായിട്ടുള്ള മറുപടി. പിന്നെ അപ്പൊ ഇത്രയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറെ ചോദ്യങ്ങള് ഇവിടെ ഏകദേശം ഒരു 10-25 PM എന്റെ മുമ്പിലുണ്ട്. അപ്പൊ എല്ലാം കൂടിയും എനിക്ക് നോക്കാൻ സാധിക്കുകയില്ല. ഞാൻ ആയതും ക്ലോസ് ചെയ്തിട്ടില്ല. ഇൻഷാ അല്ലാഹ് ക്ലാസ്സിന് ശേഷമേ അത് നോക്കാൻ സാധിക്കൂ. അത് ക്ലാസ്സിന് തടസ്സമാകും. വിശദീകരണം ചോദ്യങ്ങളായിട്ടുള്ള വല്ലതും ഞാൻ പറയാത്ത വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ആ PMകൾക്ക് മറുപടി തരുന്നതാണ്. പിന്നെ AMK ഹൗസ് കുറെ നേരമായി കൈ ഉയർത്തി നിൽക്കുന്നു. എന്തെങ്കിലും അത്യാവശ്യമായിട്ടുണ്ടെങ്കിൽ ചോദിക്കാം. നമ്മുടെ സമയം 10 മണി മുതൽ 11:30 വരെയുമാണ് നിശ്ചയിക്കപ്പെട്ട സമയം. AMK ഹൗസ് എന്തെങ്കിലും ചോദിക്കാൻ കഴിയാത്തതായിരുന്നോ? ഇല്ല. ഈ ക്ലാസ് ഡെയിലി ഇല്ല. ഈ ക്ലാസ് ഡെയിലി ഇല്ല. ഈ ക്ലാസ് എല്ലാ വ്യാഴാഴ്ചയും ഇതേ സമയം 10 മണി മുതൽ 11:30 വരെ. മൊബൈലിൽ നോക്കി ഓതാമോ ഖുർആൻ? അതെ, മൊബൈലിൽ നോക്കി ഖുർആൻ. ഖുർആൻ എവിടെ നോക്കിയിട്ട്? നമ്മൾ ഖുർആൻ വേറെ ഏതെങ്കിലും തഫ്സീർ നോക്കിയിട്ട് ഓതാം. അതിൽ നോട്ട്ബുക്കിലേക്ക് എഴുതി വെച്ചവരുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ഓതാം. പല രൂപങ്ങൾ എന്ത് ചെയ്യാം. ഖുർആൻ ആയിട്ടുണ്ടോ അത് തെറ്റില്ലാത്തതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നോക്കി ഓതാവുന്നതാണ്. പക്ഷെ ഇത് ഖുർആൻ കേൾക്കുന്നത് പോലെ തന്നെ നോക്കിയിട്ട് മൊബൈലിൽ നോക്കിയിട്ട് ഓതാം. പക്ഷെ ഖുർആൻ ആയിരിക്കണം, തെറ്റില്ലാത്ത. ഇപ്പോൾ പലപ്പോഴും കാണാൻ സാധിച്ചിട്ടുണ്ട് മൊബൈലിലെ വേഷനുകളൊക്കെ ചിലപ്പോഴും ആയത്തുകൾ, ചിലപ്പോൾ വേർഡുകൾ റിപ്പീറ്റ് ആയിട്ട് വന്നതും തെറ്റുകളായിട്ട് വരുന്നത് കാണുന്നത്. അതൊക്കെ ഉറപ്പുവരുത്തി, തെറ്റില്ല എന്ന് ഉറപ്പുവരുത്തിയ കോപ്പിയാണെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മുസ്ഹഫ് നോക്കിയിട്ട് മൊബൈലില് മുസ്ഹഫ് നോക്കിയിട്ട് എന്ത് ചെയ്യാം, ഓതാവുന്നതാണ്. മൊബൈലിലെ ഖുർആൻ. പിന്നെ ഹൈദുള്ള സ്ത്രീകൾക്ക് മൊബൈലിൽ നോക്കി ഓതാമോ ഖുർആൻ? ഞാൻ പറഞ്ഞല്ലോ, ഖുർആൻ ഓതുന്നത് കഴിയുന്നത് ഒഴിവാക്കലാണ് ഉത്തമം. പക്ഷെ മുസ്ഹഫ് നോക്കി ഓതാണെങ്കിൽ എന്ത് ചെയ്യണ്ട, അത് നിർബന്ധിത ഘട്ടങ്ങളിൽ മുസ്ഹഫ് നോക്കി ഓതേണ്ട സ്ത്രീകൾ, പരീക്ഷാർത്ഥികൾക്ക് നോക്കി ഓതേണ്ടി വന്നാൽ അവർക്ക് എന്തെങ്കിലും മറ സ്വീകരിച്ചിട്ടായിരിക്കും മുസ്ഹഫ് തൊടേണ്ടത്. പക്ഷെ മൊബൈല് മുസ്ഹഫിന്റെ വിധിയല്ല. മൊബൈലില് നോക്കി ഓതുന്നതിന് മുസ്ഹഫിന്റെ വിധിയല്ല. അതുകൊണ്ട് തൊടുന്നതിന് വിരോധമല്ല.